പോണ ലോങ് വീഡിയോ എടുക്കാണ്ട് ഞാൻ പറഞ്ഞല്ലേ. ആദ്യം നിങ്ങൾ ഈ പരിയുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കണമെന്നല്ലോ, 4 പുളിപൊടി വെട്ടിട്ട് പട്ടക്കണം അമ്മാതിരി സാധനം. അപ്പൊ അതൊന്നല്ല ഇഷ മക്കളെ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോകുന്നു, ഇഷ ബേബി സെറ്റ് ആയിട്ടുണ്ട്. അത് ഒരു മനുഷ്യ ഒന്നുമില്ല, അത്ര മതി. പാപ്പച്ചി നീര് തുളുമ്പുകയാണ് മക്കളെ. നിങ്ങളെ വരെ അങ്ങനെ തുളുമ്പണ മനുഷ്യന്മാര് തുളുമ്പി തുളുമ്പി താടിയൊക്കെ വെള്ളേക്കണ്. എന്തേ ചെരുപ്പ് കിട്ടി? ആ പാവ നമുക്കൊന്ന് പോയി നോക്കിയതാണ് ചെരുപ്പ്. ആരാ റൂമ് എന്റെ കുട്ടി പഞ്ഞാണി. ഹോസ്പിറ്റലിൽ എങ്ങനെ ഉണ്ടായിരുന്നേ? അല്ല ചൂടുണ്ടായിരുന്നാ? സൂപ്പർ ചെയ്യുന്നാ? ഐബൂന് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ചെയ്യുന്നാ? ഹോസ്പിറ്റലത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണം വിചാരിച്ചിരുന്നു. പക്ഷെ നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എടുക്കാൻ പറ്റില്ല. ഓൾക്കാണ് ചൂടെടുത്ത് ഗ്രാൻഡായിട്ട് ഓൾക്ക് അവിടെ ആൾക്കാരുടെ ഇടയിൽ വീഡിയോ എടുത്ത് ഇറക്കാൻ ഭയങ്കര മോശം. സർക്കാർ ആസ്പത്രിയാണ്, ഓൾക്ക് പറ്റില്ല. ഓള് പറയാം നിങ്ങളെ CPM ഉണ്ടാക്കിയ ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ CPM ഉണ്ടാക്കിയ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങള് ഭരിക്കണോണ്ടാണ് ഇപ്പൊ അത്രയും ഫെസിലിറ്റീസ് അവിടെ. എനിക്ക് എന്തൊക്കെ കിട്ടിയ അവിടെ നിക്കി അവിടെ. എന്നിട്ട് നിങ്ങൾ നിന്നോട് എന്താണ് എടി ലീഗാലിറ്റി എനിക്ക് ഇവിടെ തന്നെ വന്ന് കിടക്കണ്ടേ? അപ്പൊ നിങ്ങൾ CPM ഉണ്ടാക്കി ഒരു തണ്ടോടല്ല നിങ്ങൾ എന്നോടാ സംസാരിച്ച്. 10 കൊല്ലം മുമ്പ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവസ്ഥ കണ്ടിരുന്ന ആരെങ്കിലും ഒരു മനുഷ്യൻ അഡ്മിഷൻ പോയിരുന്ന അവിടെ ഡോക്ടർമാരുണ്ടായിരുന്ന? ഇതിന് മുമ്പും പോയിരുന്നല്ലേ? എന്തിനു പോയിരുന്നേ? 10 കൊല്ലം മുമ്പ് എനിക്ക് അവിടെ ഡോക്ടർമാരെ മര്യാദ കണ്ടിരുന്ന? എവിടുന്ന്? എന്തിനാണ് അങ്ങനൊക്കെ ചോദിക്കണേ? പിന്നെ പറയണം ഈ വെറുതെ എന്തെങ്കിലും പറയും. അവിടെ ഇരുന്നിട്ട് പറഞ്ഞതേ അവിടെ ഒരു ഇത് കൊടുത്തു, ഫിൽറ്റർ. ഞങ്ങളെ മാത്രം തെറ്റ്. ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്, 3 ബട്ടൺ ഉണ്ട്. ഇവിടുത്തെ ഏതാ തണുത്ത വെള്ളം എന്നും അറിയില്ല, വായിക്കാനും അറിയില്ല, അതിന് എങ്ങനെ തണുത്ത വെള്ളം കിട്ടുമെന്ന് അറിയില്ല. എന്നിട്ട് മോളും കൂടി വന്നിട്ട് എന്റെ അടുത്തേക്ക് കംപ്ലൈന്റ് അല്ല, ഒരു ഐഡിയ. താഴത്താവുമ്പോ കറണ്ട് ബില്ല് നല്ല കൂടും. പിന്നെ അവിടെ ആവുമ്പോ കറണ്ട് ബില്ല് കൂടൂലല്ലോ. എന്നിട്ട് എന്താ സംഭവം? എന്നിട്ട് നിക്കടാ ഇവിടെ കാര്യം വരുമ്പോ രാഷ്ട്രീയം വരുമ്പോ എന്റെ കൊഞ്ചല്. എന്നിട്ട് എന്താ ഇവര് രണ്ടാം കൂടി ഇന്റെ അടുത്ത് വന്നേണ്ട, ഞാൻ പിണറായി വിജയന്റെ ഹോസ്പിറ്റലല്ലേ, ഒരു തണുത്ത വെള്ളം ഉണ്ടാ വലിയ ചലഞ്ച് വന്ന്. ഞാൻ പോയിട്ട് അതൊക്കെ പറയേണ്ട ആളുകളാണ്. ഐഷ ബേബി പറയൂ, നല്ല ബെഡ് ഉണ്ടായിരുന്നോ? എനിക്ക് നല്ല മരുന്ന് കിട്ടിയാ? അത് കിട്ടിയാ? അതന്നെ സൂചി കിട്ടിയില്ലേ? മാറിയില്ലേ? മിന്നാന്ന് ഇങ്ങനല്ല ഇങ്ങനെ അതെ, അത് സംഭവം ശരിയാട്ടോ. നമ്മള് എത്രയും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് സുഖമായി. നമ്മൾ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് മേല് പൊന്തിയതൊക്കെ കരിഞ്ഞു തുടങ്ങി. എന്നിട്ട് പിണറായി വിജയന്റെ സർക്കാരിന്റെ പുച്ഛം. നിങ്ങൾ പുച്ഛം കാരണത്തോളം ഞങ്ങളെ കണ്ടെങ്കില് എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് കുറ്റിപ്പുറം ഹോസ്പിറ്റൽ. ആ കുറ്റിപ്പുറം ഹോസ്പിറ്റൽ ഇങ്ങനെ ഇരുന്ന കണ്ണിന് മാത്രം സ്പെഷ്യൽ ഒരു ഐ കെയർ, പിന്നെ എല്ലിന്റെ ഡോക്ടർ, ശ്വാസമുട്ടിന്റെ ഡോക്ടർ, പിള്ളേരുടെ ഡോക്ടർ, ICU, പിന്നെ ഇത് എന്താണ് OT ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ എക്സ്റേ, പിന്നെന്താ ലാബ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതാണ്. അതുപോലെ 18 വയസ്സ് താഴെ പിള്ളേർക്ക് 1 ഉറുപ്പ ചെലവില്ല. വാങ്ങൂല, ഞങ്ങള് വാങ്ങൂല. പിണറായിക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഇഷ്ടല്ല. ഞങ്ങള് വേറെ എവിടെന്നേലൊക്കെ മേടിച്ചോണ്ട് ഏതെങ്കിലും ഉള്ള കൂടെ ഞങ്ങൾ ആരും അറിയാത്ത ലെവലിൽ 10 കൊല്ലം മുമ്പുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളും ഇന്നത്തെ സർക്കാർ ആശുപത്രികളും കൂടി നിങ്ങളൊന്ന് പോയി വെക്കാനേ. ഞാൻ പോയിട്ട് അനുഭവസ്ഥനാണ് മക്കളെ. നിങ്ങൾ കുറ്റിപ്പുറം ഹോസ്പിറ്റൽ നമ്മൾ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ഒരു ബിരിയാണി നിങ്ങൾ കുട്ടിക്ക് കൊടുത്താ ബിരിയാണി എന്തിനാ പഞ്ചെടുക്കുമ്പോ കൊടുക്കണം. ഇവിടെ എന്നിട്ട് ഇപ്പൊ കിട്ടിയില്ല ബിരിയാണി. ഇന്നാ തമ്പച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കി വെള്ളിയാഴ്ച ആയിട്ട്. പിന്നെ കൈയിന്റെ ഇവിടെ ഒരു സർജറി ചെയ്യില്ല, നമ്മള് കൈ ബ്ലോക്ക് ആയിട്ട് തരിപ്പൊക്കെ വരുന്നവർക്ക്. എത്ര എണ്ണ വന്നത്? 12 സർജറി. ആരാ പറയണത്? ഒരു ലീഗാരിറ്റിയാട്ടാ പറയണത്, കേൾക്കണം നിങ്ങള്. ഒരു ലീഗാരിറ്റിയാണ് പറയണത്. 12 സർജറി ആയിട്ട് അവിടെ ചെയ്തത്. എല്ലാം നരമ്പിന് ഇഷ്യൂ, അങ്ങനത്തെ കൈത്തരിപ്പ് കാര്യങ്ങളല്ലേ. നിന്റെ മുമ്പിലല്ലേ ഉണ്ടായിരുന്നു അവര് കിടന്നിരുന്നത്? ഇതാ ഒരു ലീഗാരിറ്റി. ആ ലീഗാരിറ്റിയുടെ മോന്ത ഞാൻ കാണിച്ചുതരാം, കണ്ടോളൂ ഗൈസ്. ഇതാ ഇവളാണ് ആ ലീഗാരിറ്റി. ഇവൾക്ക് പറയേ ഞാൻ പറയൂടെ, അന്ന ഇങ്ങോട്ട് പറഞ്ഞൂട്.
ഇങ്ങനൊക്കെ പറഞ്ഞു. എന്താ വെച്ചാലേ കൊറേ അവിടെ ഒക്കെ എന്താ പ്രശ്നം വെച്ചാല് റൂമും കാര്യമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, നീറ്റാണ്. പക്ഷെ നമ്മൾ ഈ ആളുകൾ തന്നെ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് കുറെ ആളുകള്. എന്താ വെച്ചാല് നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റാത്തതില് ഇപ്പൊ അവര് ഫുഡ് വേറെ പ്ലാസ്റ്റിക് വേറെ അങ്ങനെ 3 സെക്ഷനായി. പക്ഷെ ഇവരെന്ത് ചെയ്യും, ഫുഡും പ്ലാസ്റ്റിക്കും ഒക്കെ പാടെ ഒന്നിൽ കൊണ്ടുപോയിടും. അങ്ങനെ ആക്കി എന്താട്ടി അവര് ഫുഡ് ഇടാനുള്ള സൗകര്യം ഇപ്പൊ അവിടെ ഇല്ല. അതായത് നമ്മള് നമ്മുടെ മലയാളികളുടെ കുഴപ്പമാണ് ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ അവിടെ കയറി തൂറുക. ആ പരിപാടിയാണ് ഉണ്ടായതുകൊണ്ടാണ് എല്ലാ സർക്കാർ ആശുപത്രികളും നമ്മുടെ മുമ്പിന്ന് ഒരു സ്ത്രീ എന്ത് ചെയ്ത് നമ്മള് ഫിൽറ്റർ ഇല്ല വെള്ളം ഫിൽറ്റർ ഇല്ലേ അതിന്റെ ഉള്ളിൽ കൈ കഴുകിക്കുക നമ്മുടെ മുമ്പിന്ന് നമ്മള് കണ്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനൊക്കെ ചെയ്യുമ്പോ നമുക്ക് തന്നെയാണ് എല്ലാം ഇല്ലാതാവണത്. നമ്മളായിട്ട് നമ്മുടെ ഓരോന്നോരോന്ന് നമ്മളായിട്ട് ഇല്ലാതാക്കാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങളാണ്. എനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലല്ലോ. ഇത് കൂടുതൽ പറയാൻ പാടില്ല. കാരണം എന്താ ഇതൊക്കെ മൂരിയാണ്. എന്റെ കുട്ടിക്ക് എന്റെ കുട്ടിയുടെ കിടന്ന് ചൂടെടുത്തിട്ട് റബ്ബേ ഭയങ്കര പ്രശ്നം പറ്റിയത്. പക്ഷെ അവിടെ എസിയും കൂടി ഉണ്ട് കണ്ടല്ലോ. സർക്കാർ ആശുപത്രിയിൽ നിന്ന് പോരില്ല, തമാശ അറിയില്ല. നമ്മളെ നിന്നോട്ട് ഭയങ്കര ചൂടായിരുന്നിട്ടാ. അപ്പൊ നമ്മൾ ഡോക്ടറോട് പറഞ്ഞങ്ങനെ നല്ല ചുമയാണ്, ചൂട് കൊണ്ടിട്ട് നല്ല ചുമ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന് എന്തെങ്കിലും പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യണം. അപ്പൊ ഡോക്ടർ നല്ല നൈസ് ഡോക്ടർ നമ്മൾ കാണിച്ച് നിങ്ങൾ പുറത്തൊരു വരാന്ത അവിടെ ഇങ്ങനെ എമർജൻസി വരുന്നവർക്കുള്ള അല്ലേ. അപ്പൊ അവിടെ ആ വരാന്തേക്ക് നിങ്ങൾ മാറിക്കോ, നിങ്ങൾ ഇവിടെ കണ്ടെങ്കിൽ പിള്ളേരായിട്ട് അങ്ങനെ. പിറ്റേ സമയം അങ്ങോട്ട് മാറിയപ്പോ നല്ല കറ്റിച്ചനലൊക്കെ തുറന്നിട്ട് നല്ല അടിപൊളിയാണ്. ഒരു ഫുൾ 4-5 ബെഡ് ഞങ്ങളെ ഫുൾ ബെഡ് ആക്കിയിട്ട് എൻജോയ്മെന്റ് ആയിരുന്നു. ഐശൊക്കെ ഫുൾ എൻജോയ് ആയിരുന്നു. ഐശ എത്ര ദിവസം എൻജോയ് ചെയ്ത് അവിടെ വന്നിട്ട്? ഓളൊരു ദിവസം ഉണ്ടായതുള്ളൂ. ഞാൻ 3 ദിവസം എൻജോയ് ചെയ്തു. ഐശു നമ്മള് 5 വയസ്സ് വരെയുള്ള പോളിയോ ഇഷുബേബിക്ക് കൊടുത്തിട്ടുള്ളൂ. 5 വയസ്സിന് പോളിയോ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മള് അവിടുന്ന് വൈറ്റമിന് 2 ദിവസം നമ്മള് വൈറ്റമിൻ കൊടുത്ത്. പിന്നെ ഇതിപ്പോ ഡോക്ടർ പറഞ്ഞ എന്താണ് മണലാണെന്ന്. പക്ഷെ ഹെൽത്തവർ വന്നിട്ട് പറഞ്ഞത് ഇത് മണലാവൂല. കാരണം നമ്മൾ 5 വയസ്സിലുള്ള വാക്സിൻ കൊടുത്ത പിള്ളേർക്ക് മണൽ വരാൻ ചാൻസ് കുറവാണ്. ചൂടുകുരുവിന്റെ പ്രശ്നമാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവരുടെതൊക്കെ ഫുള്ള് മാറിയിട്ടാ. അതിന്റെ കരിഞ്ഞ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയിട്ടോ. ചൊറിച്ചിലെ കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എന്താ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ ഒരിക്കലും ചൂടത്ത് കിടക്കരുത്. നിങ്ങൾ AC ഇട്ടിട്ട് AC ഇരുത്തിക്കോളി, ഒരു പ്രശ്നമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കേണ്ട പൈസന്റെ കാലിലൊന്ന് നമ്മള് കറണ്ട് ബില്ല് അടച്ചാൽ മതി. ഒരു 5 സ്റ്റാർ AC ഒക്കെ വാങ്ങി വെച്ചിട്ട് പിള്ളേരെ തണുപ്പിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ചൂട് അപ്പൊ അതാണ്. അപ്പൊ ചൂടുകുരു ആണ് പ്രശ്നം. എന്താണ് പൈസ ഒന്നും ഇണ്ടാത്ത? ഇതെന്തൊന്നും ഇണ്ടാത്ത? എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം അല്ലേ? അത്രേ ഉള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. അപ്പൊ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ല. അപ്പൊ നമ്മളെ ഇതിന്റെ അപ്ഡേഷൻസ് കുറെ ആൾക്കാർ നമ്മൾ അന്വേഷിച്ചു. അതിൽ കുറെ ആൾക്കാർക്ക് നമ്മൾ മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്തോ ആളുകളാണ് സ്റ്റോറി കണ്ടിട്ട് മെസ്സേജ്. ഒരു അക്കൗണ്ടിൽ മാത്രമല്ല മെസ്സേജ് അയക്കുന്നത്, നിങ്ങൾ 4 അക്കൗണ്ടിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതൊക്കെ ഓരോന്നും എടുക്കാൻ പറ്റും. ഒന്നാമത് നെറ്റിന്റെ ലിമിറ്റേഷൻ. ഹോസ്പിറ്റലിൽ നെറ്റും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ 1 GB ഉള്ളൂ. വേറെ കോമഡി ഉണ്ട് വാപ്പി ഫോണില് മറ്റേ സാധനം എന്താ വെച്ചാല് നമ്മൾ ചിലപ്പോ വിളിക്കുമ്പോ കൊറേ പെണ്ണുങ്ങൾ വന്നിട്ട് തങ്ങളുടെ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറയില്ല. അത് വാപ്പച്ചിന്റെ സംസാരമാക്കി. വാപ്പി എന്താ പറഞ്ഞതെന്ന് അറിയില്ലേ? ഫോൺ വെച്ചാൽ തിരക്കിലാണ്, നിങ്ങൾ വെച്ചോളി ഞാൻ പിന്നെ വിളിക്കാൻ പറയും. ഉമ്മച്ചി അങ്ങനെ 2 പ്രാവശ്യം ഞാനിപ്പോ ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വിളിക്കാട്ടോ. അപ്പൊ ഞാന് ഫസ്റ്റ് വിചാരിച്ചേ നമ്മൾ ആയിക്കോട്ടെ ശരിയാ ഞാൻ കണ്ടിട്ടാ. പിന്നെ എന്നോട് ഇങ്ങനെ പറയില്ലല്ലോ, എന്നോട് ഇങ്ങനെ പറഞ്ഞേ. പിന്നെ ഞാൻ വിളിച്ചു, പിന്നെ തന്നെ ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാട്ടോ. ഈ വിളിക്കാട്ടോ നമുക്ക് ഈറ പിടിക്കാം. ഞാൻ ഒരു 40 പ്രാവശ്യം അടിച്ചിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോ കലി കൂട്. അർജുന്റെ കാര്യം പറയാൻ നിൽക്കുമ്പോ അപ്പൊ പറയല്ലേ ഞാൻ വിളിക്കാട്ടോ ആർക്കായിട്ട് ദേഷ്യം പോയി പോലെ. ഓനക്ക് ചൂട് എടുത്തിട്ടാണ് ഓനെ റൂമിൽ കൊണ്ടേക്കാം. ഫസ്റ്റ് ആദ്യം എന്താ വിചാരിച്ചെന്നറിയോ, ശരിക്കും ഞങ്ങൾ എന്നോട് പറയാൻ മനസ്സിലായി ഇത് വെറുതെ പറയണെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അത് ഞാൻ വോയിസ് മെയിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. അതാണ് ഐഫോണിൽ നമ്മൾ വോയിസ് മെയിൽ സെറ്റ് ചെയ്ത് വെക്കാം.
ആ സാധനം കേട്ടോ. അപ്പൊ ഇനി അപ്പൊ അതാണ്. അപ്പൊ ഇനി റിപ്ലൈ തരാത്തോണ്ട് ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇഷ ബേബി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ചൂട് പൊന്തിയതാണ്, സെറ്റാണ്. പിന്നെ പലരും പലതും കൊടുക്കാനും ചെയ്യാനൊക്കെ പറഞ്ഞത് നമ്മൾ അതേപോലെ തണുപ്പുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഈ വീഡിയോ അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ ബൈ.